You're from Azerbaijan? Yeah, from Azerbaijan. Locals. Yes. Thank you. Okay, bye. Special building for the king. So he built this museum after the king cut his hand because he don't want to make it again. Okay, yeah. So also is this a Median Tower? It was surrounded by the sea. After it's going back, the water going back. ബാക്കു ഓൾഡ് സിറ്റിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞാൻ കാണാനിടയായത്. അവിടെ ഒരു ഓം എന്നുള്ള ഒരു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഇന്ത്യക്കാരുടെ അടുത്തെങ്കിലും റെസ്റ്റോറൻ്റ് ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്. ഇന്നലെ നമ്മൾ ഹോട്ടലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സിറ്റി ടൂറാണ്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് കരുതിയിട്ടാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളിയും തക്കാളിയും अंडा खत्म हो गया. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇല്ല बैठ के खाओ भाई कुछ. क्या बोला? റൂം വെക്കറ്റ് ചെയ്തു. എടുത്ത് കാർഡ് എടുത്തില്ലേ? റൂം വെക്കറ്റ് ചെയ്ത് നിങ്ങളുടെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി ബാക്കുവിനോട് ഇന്ന് ഇവിടെ വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ബാക്കുവിനോട് വിട പറയുന്ന ദിവസമാണ് ഇന്ന്. Baku, we are today last day, no? Baku, yeah. We are going back. You go also back? Last. ക്ഷമല്ലെങ്കിൽ ക്ഷമം വേണം. ക്ഷമല്ലെങ്കിൽ ക്ഷമം. You can say. ഇവരെ പഴയ പ്രസിഡന്റിന്റെ ഒപ്പാണ് സിഗ്നേച്ചർ ഫാദർ സിഗ്നേച്ചർ ഹൈദർ അലിയേവ്. അതാണ് ഇവിടുത്തെ മെയിൻ. ഈ മെയിൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അത് നോക്കോ, അത് നോക്കോ, അതാണ് സിഗ്നേച്ചറാണ്. അത് നോക്കേ, ആ സിഗ്നേച്ചറാണ് ഇവിടുത്തെ മെയിൻ ആണത്. This one, what is called? ഹൈദർ അലിയേവ് സെന്റർ. നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കണം. അപ്പോഴാണ് നമ്മുടെ പഴയ ബാക്കു സിറ്റി. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങോട്ട് പോയി ചിലപ്പോൾ പാർക്കിംഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ പോലീസ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് വാഹനം ഉള്ളോട്ടേക്ക് കയറ്റൂടെ. എന്തായാലും നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അല്ലേ. ഏതായാലും തണുപ്പ് കൊള്ളാനാണല്ലോ അസർബൈജാനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തണുത്ത് കൊണ്ടിട്ട് തന്നെ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നേരെ കാണുന്നതാണ് ഓൾഡ് ബാക്കു സിറ്റി. നമ്മൾ ബാക്കുവിലെ ഓൾഡ് സിറ്റിയിലേക്ക് കിടക്കുന്ന എൻട്രൻസ് ആണിത്. ഓക്കെ, ഈ സ്ഥലം അസർബൈജാനിലെ ബാക്കു ഓൾഡ് സിറ്റിയാണ്. 2000 ഈ സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെട്ട അസർബൈജാനിലെ ആദ്യത്തെ ഒരു സ്ഥലമാണിത്. അസർബൈജാനിയൻ്റെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ബാക്കു സിറ്റി. ഇതിനെ
ഓൾഡ് സിറ്റി എന്നും കൂടാതെ ഇന്നർ സിറ്റി എന്നും കൂടി വിളിക്കാറുണ്ട്. അതിനുള്ള കഥ ഞാൻ പിന്നീട് വഴിയെ ഞാൻ പറയുന്നുണ്ട്. വലിയൊരു മതിൽക്കെട്ടിൻ്റെ അകത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടിരുന്നല്ലോ. ഇവിടെ 2007 ഇവിടെ 3000 ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. ൽ റുസ്യോ പേർഷ്യൻ യുദ്ധത്തിൽ ബാക്കുവിനെ റഷ്യൻ സാമ്രാജ്യം കീഴടക്കി. അന്ന് ബാക്കുവിൽ 500 വീടുകളും 707 കടകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1807 1811 ഇടയിൽ നഗരമതിലുകൾ നന്നാക്കുകയും കോട്ടകളൊക്കെ നല്ല വികസിപ്പിക്കുകയും ചെയ്തു. ഇത് ഈ കോട്ടയിലേക്ക് കടക്കാൻ വേണ്ടി നഗരത്തിലേക്ക് കടക്കാൻ വേണ്ടി 2 ഗേറ്റുകളാണുള്ളത്. നമ്മളൊന്ന് കയറി വന്നിരുന്ന ഒരു ഗേറ്റ് കണ്ടില്ല, നമ്മൾ ഇറങ്ങിപ്പോകുന്ന മറ്റൊരു ഗേറ്റിലൂടെ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് സാലിയൻ ഗേറ്റും മറ്റൊന്നത് ഷെമാഖ ഗേറ്റും എന്നിങ്ങനെയാണ്. 1809 കാലഘട്ടത്തിലാണ് ബാക്കു നഗരം മതിലുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പഴയ നഗരത്തിന് പുറത്ത് ജനവാസം തുടങ്ങി. ഇന്നർ സിറ്റി എന്നും ഔട്ടർ സിറ്റി എന്നും വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മതിൽക്കെട്ടിനുള്ളിലെ ഇന്നർ സിറ്റി എന്ന് പേര് വരാൻ കാരണം. മാത്രമല്ല, മതിലുകൾക്കുള്ളിൽ താമസിച്ചിരുന്ന നിവാസികൾ തങ്ങളെ പുറത്തുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതി അവരെ പലപ്പോഴും ഔട്ടർ സിറ്റിയിലെ നഗ്നപാതരായ ആളുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ നഗരമതിലുകൾക്കൊക്കെ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഡസൻ കണക്കിന് പീരങ്കികളൊക്കെ വെച്ചിട്ടായിരുന്നു ഈ നഗരത്തെ അന്ന് സംരക്ഷിച്ചു പോന്നിരുന്നത് എന്ന് പറയുന്നു. ഓൾഡ് സിറ്റിയിലെ മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ ഈ കാണുന്ന മെയ്ഡൻ ടവർ. ഇത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു അഭിപ്രായവും ചില ഗവേഷകരിൽ നിന്ന് കാണപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിലെ ഷിർവാൻഷയുടെ കൊട്ടാരത്തോടൊപ്പം 2001 യുനെസ്കോയുടെ ചരിത്ര സ്മാരകമായി ലോക പൈതൃക പട്ടികയിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. ബാക്കു സിറ്റീൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ആൾതാമസമുള്ള സ്ഥലങ്ങളും ഫ്ലാറ്റ് പോലെയുള്ള സംഭവമൊക്കെ കാണാനുണ്ട്. ആൾതാമസം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇഷ്ടംപോലെ താഴ്ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കടകൾ ഉണ്ട്. അസർബൈജാനി കറൻസിയിലൊക്കെ നമുക്ക് ഈ ടവറിൻ്റെ ചിത്രം കാണാൻ കഴിയും. മെയ്ഡൻ ടവറിൻ്റെ അകത്തോട്ടേക്ക് നമുക്കൊന്ന് പോയിട്ട് അതിന് മേലെ പോയി കഴിഞ്ഞാൽ ബാക്കുവിൻ്റെ നല്ല കാഴ്ച കാണാം. ഈ മെയ്ഡൻ ടവറിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മതം എന്ന് വെച്ചാൽ സൊറോസ്ട്രിയൻ മതമായിരുന്നു. സൊറോസ്ട്രിയൻ അഥവാ സറാത്തുസ്ര എന്ന് പറയും. ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മതമായിരുന്നു. അത് ഇന്ത്യയിലും ആ മതത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഗുജറാത്ത് ഭാഗത്ത് പാർസികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു വിഭാഗം അവർ തീ ആരാധകരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അക്രമികൾ വന്ന് ബാക്കുവിനെ ആക്രമിക്കുകയും ഇവിടെയുള്ള ജനങ്ങളൊക്കെ പിടിച്ച് ജയിലടക്കുകയും ചെയ്തു. ഭക്ഷണമൊന്നും കൊടുക്കാതെ, ഭക്ഷണമൊന്നും കൊടുക്കാതെ അവരെ ജയിലിലിട്ടു എന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ അവരുടെ പ്രാർത്ഥന ഫലമായിട്ട് ദൈവം ഈ ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു അഗ്നിഗോളം താഴേക്ക് വരികയും അതിലൊരു സ്ത്രീയായി വരികയും ആ സ്ത്രീ ഈ നാടിനെ, ഈ ബാക്കുവിനെ രക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്. അതുപോലെ 1-2 കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളോട് വിവരിച്ചത് മാത്രം. രാവിലെ തന്നെ കടകൾ ഓപ്പണാക്കുന്ന തിരക്കിലാണ് ആളുകൾ. ആണോ, ഷോപ്പൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്ന തിരക്കിലാണുള്ളത്. എന്തൊരു ഭംഗിയാണ്. റോഡായാലും ശരി, ബിൽഡിംഗ് ആയാലും ശരി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പഴയ ബിൽഡിംഗ് ആണെങ്കിൽ കൂടി നമുക്കെന്താ പറയുക, ആ ഒരു നല്ലൊരു ഇത് തോന്നുന്നു അല്ലേ. മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. കൃത്യമായിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്താൽ പഴമൊന്നും നിലനിർത്തി പോവാണ്.
അങ്ങനെ 1-2 മണിക്കൂറിൽ മേലെ ഞങ്ങൾ ഈ ബാക്കു ഓൾഡ് സിറ്റിക്കകത്ത് നമ്മൾ ചിലവിട്ടു. പല കാഴ്ചകളും കണ്ടു. ഇവിടെ ടൂറിസ്റ്റുകൾക്കുള്ള ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ പ്രായമായി നടന്നു പോകാൻ കഴിയാത്തവർക്കൊക്കെ ഉള്ള ക്ലബ് കാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് കിടക്കുന്ന മറ്റൊരു ഗേറ്റ്. നമ്മൾ വന്നത് വേറെ ഗേറ്റാണ്. ഈ ഗേറ്റ് വഴിയാണ് വെളിയിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇത് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള വലിയൊരു റോഡ് ഹൈവേ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ അവരൊരു പാർട്ട് ടൈം ജോലി പോലെ ഈ ടൂർ ഗൈഡിൻ്റെ ജോലിയൊക്കെ ചെയ്യാറുണ്ട്. അവരങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഷാനോസ്കയുമായിട്ട് ഇങ്ങനെ അവർ ടൂർ പാക്കേജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് ടൂർ ഗൈഡാണോ? ടൂർ ഗൈഡ് from Azerbaijan? Yeah, from Azerbaijan. Yes. Thank you. Okay, bye. See you. So much. From India. Yeah. Namaste. നമസ്തേ. അസർബൈജാൻ ആയാലും ശരി, അർമേനിയ, ജോർജിയ എവിടെ ആയാലും ഇവിടെയൊക്കെ നമ്മുടെ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസുകളും ഇഷ്ടംപോലെ ഇത്തരം ടൂർ ഗൈഡിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. പാർട്ട് ടൈമായിട്ട് ഹോട്ടൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സുന്ദരിയായ ബാക്കുവിനോട് ഇന്ന് വിട പറയുന്നതാണ്. ബാക്കു ഓൾഡ് സിറ്റിയിൽ നിന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.